രാഹുൽ മാങ്കൂട്ടത്തിൽ എത്ര ലക്ഷം രൂപ യൂത്ത് കോൺഗ്രസ് ഫണ്ടിൽ വന്നു എന്നാണ് പറഞ്ഞത്? 1 കോടി ചില്ലുവാനം ഇല്ല, പോട്ടെ പോട്ടെ ഓക്കെ ഞാൻ പറയാം. നേതാവ് പറഞ്ഞു 4 കോടി രൂപ ഞാൻ പറയാം. നമ്മൾ വാർത്ത ശ്രദ്ധിക്കാത്ത പ്രശ്നമാണ്. പത്തനംതിട്ട പ്രസ് ക്ലബ്ബിൽ അബിൻ വർക്ക് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ അല്ലേ, അദ്ദേഹം ഒരു വാർത്താസമ്മേളനം നടത്തിയായിരുന്നു. വാർത്താസമ്മേളനം നടത്തി ഈ കണക്ക് ഏതാണ് യൂത്ത് കോൺഗ്രസിന്റെ അക്കൗണ്ടിലേക്ക് വന്ന ഈ പറയുന്ന ഇന്ന ഡേറ്റിൽ ഒരാൾ ഇത്ര രൂപ, അതിനകത്ത് 600 ചില്ലുവാൻ രൂപ ഇട്ട അടക്കം ആളുടെ പേരടക്കമുണ്ട്. മാധ്യമപ്രവർത്തകർ പരിശോധിക്കാൻ പറഞ്ഞു, അവർ പരിശോധിച്ചു. ഇതിൽ നിന്ന് 1 രൂപ ഒരു പുറത്തേക്ക് പോയിട്ട് നോക്കാൻ പറഞ്ഞു, ആർ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഇതൊക്കെ കണക്കുള്ളതാണേ. ഞാൻ പറയുന്നത് ഇത് ഇവർക്ക്, ഈ കോൺഗ്രസ്സുകാർക്ക് ഇത് വളരെ ഭംഗിയായി പറയാവുന്ന ഒരു വിഷയം പറയാതെ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ഇത് ജസ്റ്റ് ഒരു ഓഡിറ്ററെ വിളിച്ചു ചോദിച്ചാൽ കിട്ടുന്ന വിവരം അവർക്ക് അതുപോലും പറയാൻ പറ്റുന്നെങ്കിൽ കഷ്ടമാണ്. അത്രേ ഉള്ളൂ. ഇനി 2 മിനിറ്റ് പറയും. അതാണ് സ്കാൻ. ഇപ്പോൾ ആ കണക്കുമായി ബന്ധപ്പെട്ട് വലിയ വിവാദമാകുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അന്ന് ആ വാർത്താ സമ്മേളനം വിളിച്ച് 80 ലക്ഷത്തിന്റെ കണക്ക് പറയുന്നത്. പക്ഷേ പിന്നീട് അന്ന് അദ്ദേഹം ആപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നീടാണ് ആപ്പിനെ കുറിച്ച് ഒരു വിവരവും ഇല്ലാതെ വരുന്നത്. ഇപ്പോൾ ഹാഷ്മി പറയുന്നത് മറ്റൊരു തുകയാണ്. സ്വാഭാവികമായി ഇത് ഇത്ര വലിയൊരു വിവാദം ഉണ്ടാകുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസിന്റെ അധ്യക്ഷൻ ഒരു വാർത്താ സമ്മേളനം വിളിക്കുകയാണെങ്കിൽ അദ്ദേഹം അതിന് മുൻപ് എന്തായാലും ആ കണക്കുകളുമായി ബന്ധപ്പെട്ട് ഒരു ക്ലാരിറ്റി വരുത്തിയിട്ടുണ്ട്. വെറുതെ വന്നൊരു കണക്ക് പറയാൻ കഴിയില്ലല്ലോ. അപ്പോൾ അവിടെ പോലും ഈ കണക്കുകൾ 2 ആണ്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഒരു മിനിറ്റ് ഹാഷ്മി, അത് എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് പ്രശ്നം. രണ്ടാമത്തെ കാര്യം, ഇന്നിപ്പോൾ വി ഡി സതീശൻ പറയുന്നുണ്ട് അവിടെ പണി തുടങ്ങി എന്നുള്ളതാണ് പറയുന്നത്. സ്കെൻ അവിടെ കെട്ടിട നിർമ്മാണത്തിനുള്ള അനുമതി പോലും ആ ഭൂമിക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ആ ഭൂമിയിൽ പണി തുടങ്ങി എന്ന് ഇന്ന് വി ഡി സതീശൻ പറയുകയാണ്. തുടങ്ങിയിട്ടില്ല. 2, ഇത് വൈകിയത് സർക്കാർ ഭൂമി കൊടുക്കാത്തത് കൊണ്ടാണെന്ന് ഇവർ ആവർത്തിച്ച് പറയുന്നുണ്ടല്ലോ. ഇതുമായി ബന്ധപ്പെട്ട് ആ ടൗൺഷിപ്പിലേക്കാണ് പോകുന്നത് എന്ന ഘട്ടത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സംഘടനകളുടെയും ഒക്കെ ഒരു യോഗം വിളിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് ആ യോഗം വിളിക്കുന്നത്. ആ യോഗത്തിലാണ് ഈ ടൗൺഷിപ്പാണ് സർക്കാർ മുന്നോട്ട് വെക്കാൻ പോകുന്നതെന്നും ഏതെങ്കിലും നിലയിൽ മറ്റുള്ള സംഘടനകൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ ഇതിലേക്ക് ചെയ്യാം എന്നും, അല്ലാതെ പ്രത്യേകം ആർക്കും ഒന്നും ഈ ഭൂമി സർക്കാർ ഡിവൈഡ് ചെയ്ത് കൊടുക്കില്ല എന്ന് വളരെ ക്ലിയർ കട്ടായി ആ യോഗത്തിൽ മുഖ്യമന്ത്രി അറിയിച്ചതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് വീട് സ്വന്തമായി നിർമ്മിച്ചു കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ച ഡിവൈഎഫ്ഐ CMDRFിലേക്ക് ഫണ്ട് കൈമാറുന്നത്. അതുവരെ ഡിവൈഎഫ്ഐ ഒറ്റയ്ക്ക് വീട് കൊടുക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ സർക്കാരിന്റെ ഈ തീരുമാനത്തോടു കൂടിയാണ് ഡിവൈഎഫ്ഐ സർക്കാരിന്റെ ഫണ്ടിലേക്ക് വീട് കൊടുക്കുന്നത്. ഈ യോഗത്തിൽ പങ്കെടുത്ത ആളാണ് വി ഡി സതീശൻ. പ്രതിപക്ഷത്തെ മറ്റു നേതാക്കളും പങ്കെടുത്ത ആളാണ്. എന്നിട്ടും അദ്ദേഹം പുറത്തു വന്ന് പറയുകയാണ് സർക്കാർ വീട് നൽകാം, സർക്കാർ സ്ഥലം നൽകാം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ ഇത്ര കാലം കാത്തിരുന്നതെന്ന്. ആരോടാണ് SKN ഇവർ ഈ പറയുന്നത്? കണക്കെന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഒരു മിനിറ്റ് ഹാഷ്മി, സംയുക്തമായ ജോയിന്റ് അക്കൗണ്ട് ആണെങ്കിലും ഇപ്പോൾ CMDRF ഒക്കെ ഓഡിറ്റിന്റെ പരിധിയിലുള്ള കണക്കുകളാണല്ലോ, അത് പൊതുജനത്തിന് ആക്സസിബിൾ ആയ കണക്കുകളാണല്ലോ. ഇവിടെ ഇപ്പോൾ വി ഡി സതീശന്റെയും KPCC അധ്യക്ഷന്റെയും പേഴ്സണൽ അക്കൗണ്ട് ആണെങ്കിൽ അതിപ്പോൾ LDF ചോദിക്കേണ്ടി വരില്ലേ ഹാഷ്മി? LDFനോട് ചോദിക്കേണ്ടി വരില്ലേ? നമ്മളിപ്പോ അത്ര ബോധമുള്ളവരാണ്. ഞാൻ പറയാം, അവിടെ ചലഞ്ച് ചെയ്താൽ നിൽക്കാത്തതാണെന്ന് നന്നായി അഭിഭാഷകരുണ്ടല്ലോ. LDF കൺവീനറുടെ പേര് TP രാമകൃഷ്ണനാണല്ലോ. അതെ, LDF അഭിഭാഷകരുണ്ടല്ലോ. അല്ല ഹാഷ്മി, ഞാൻ പറയട്ടെ, നിയമപരമായ ബോധമുണ്ടല്ലോ. അത് ഉന്നയിച്ചാൽ ഈ ചർച്ചയിൽ നിൽക്കുന്ന പോലെ പുക ഉണ്ടാക്കാൻ പറ്റില്ല. ഞാൻ പറയട്ടെ ഹാഷ്മി, ഞാൻ പറഞ്ഞത് LDFന്റെ വാദമല്ലല്ലോ, നമുക്ക് സാമാന്യ യുക്തിയിൽ തോന്നുന്ന കാര്യമാണ്. LDF കൺവീനറുടെ പേര് TP രാമകൃഷ്ണനാണ്, എന്റെ പേര് അസദ സാഹിർ എന്നാണ്. എനിക്ക് പറയാൻ കഴിയില്ല. ബോധമില്ലാത്ത അഭിഭാഷകരാണ് പറയരുത്. അവർക്ക് നല്ല ബോധമുള്ള ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.